ഹായ് ഹലോ എല്ലാവർക്കും പൊന്നൂസ് കണ്ണൻ വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ പാചക വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, പിസയാണ് കേട്ടോ. ബ്രെഡ് പിസ്സ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസ്സയാണ് കേട്ടോ. ഒരുപാട് ചിലവൊന്നുമില്ല, ചെറിയ ചിലവിൽ നമ്മൾ 4 പേരൊക്കെ വീട്ടിലുള്ളവർക്ക് പെട്ടെന്നൊരു പിസ്സയൊക്കെ കഴിക്കാൻ മോഹം തോന്നിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ മതി. സിമ്പിളാണ്, വെരി ടേസ്റ്റിയാണ്. കാരണം ഇവിടെ നമ്മുടെ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. ട്രൈ ചെയ്ത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒന്നും ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ക്രിപ്സി ആയിട്ടുള്ള പിസ്സയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. സബോളയുണ്ട്, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഞാൻ തക്കാളിയില്ലേ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടിയുണ്ട്, ചില്ലി ഫ്ലെക്സ് ഉണ്ട്. ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിട്ട് കാണിക്കുന്ന കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇനിയും വേറെയും കുറച്ച് ഐറ്റംസൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് വേവിക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ ആയിട്ട് കാണിക്കുന്ന, കാരണം ഇനിയും കുറച്ച് ഐറ്റംസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സബോളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സബോള ഒരുപാട് ഇങ്ങനെ കിടന്ന് വാടണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരിക. ഒരുപാട് വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറിയിലൊക്കെ വെക്കുന്ന ഒരു രീതി ആവുമല്ലോ. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത് കേട്ടോ. നമ്മുടെ സബോളയും ക്യാപ്സിക്കവും ജസ്റ്റ് ഒന്ന് എടുത്തു. ചില ആളുകൾ വാട്ടാതെയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇത് അവസാനം നമ്മളിതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കുമല്ലോ, ആ സമയത്തൊന്ന് സെറ്റാകുന്ന രീതിയിലും ചെയ്യുന്നവരുണ്ട്. ഞാൻ പക്ഷേ ഒന്ന് വാട്ടിയാണ് കേട്ടോ എടുത്തത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടണമല്ലോ, അവരുടെയും കൂടെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇവിടെ കോളിഫ്ലവർ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേവിച്ചിട്ടാണ് കോളിഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോളിഫ്ലവറിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പിട്ടാണ് ഞാൻ ഓൾറെഡി വേവിച്ചത് നമ്മുടെ കോളിഫ്ലവർ, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ തീർന്നു പോയി, പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ, അടിയിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലൊരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അല്ലാതെ തിന്നാനും ഭയങ്കര ഇഷ്ടമാണല്ലേ. ഈ നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ കോളിഫ്ലവർ ഫ്രൈ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ ഒരുപാട്. അപ്പോൾ അത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ, ഒരുപാടിങ്ങനെ കരിഞ്ഞു പോകരുത്, ഒരു ക്രിപ്സി രീതിയിൽ ഫ്രൈ ആയിട്ട് വരണം. ഇത് നമ്മുടെ പനീറാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ നോൺ വെജ് കുറച്ച് ദിവസങ്ങളായിട്ട് കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും വെജിറ്റേറിയൻ ആണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വഴിയെ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയ വ്രതത്തിലൊക്കെയാണ്. അപ്പോൾ ഇത് പനീറാണ് കേട്ടോ. പനീറിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര എരിവായിരിക്കും എന്ന്, പക്ഷേ എരിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ രായേഷണം നിന്ന് സൈഡിലെ ബ്രെഡിൻ്റെ സൈഡിലുള്ള സാധനങ്ങളല്ലേ അതാണ്. അപ്പോൾ ഞാൻ ദേ കോളിഫ്ലവർ വറുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുകയാണ്. പനീർ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പനീർ കറിയൊക്കെ ഉണ്ടല്ലോ, ബട്ടർ പനീർ മസാല, അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളിവിടെ എപ്പോഴും വെക്കും. ഒരു ദിവസം ഞാൻ ഇടാം കേട്ടോ ബട്ടർ പനീർ മസാലയുടെ. അപ്പോൾ ഇവിടെ നമ്മുടെ പനീർ ഇവിടെ നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ണൻകുട്ടിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ പനീർ. പൊന്നുകുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും കഴിക്കും. കണ്ണൻകുട്ടിന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പനീർ. അപ്പോൾ ഇനി ഞാൻ പനീർ കൊണ്ടുള്ള പരിപാടികൾ ഒരുപാട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വീഡിയോസിൽ. അപ്പോൾ നമ്മുടെ പനീർ ഫ്രൈ ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ദോശക്കല്ലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ദോശക്കല്ലിലോട്ട് നമ്മളിത് ഇതുപോലെ സൈഡിലത്തെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയ ബ്രെഡാണ്. പിന്നെ ലെയ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലെയ്സും വേണ്ടി ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ
പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദോശക്കല്ലൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് നമ്മുടെ തവ ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം, കാരണം ചൂടുണ്ടാവും. കുറച്ച് നേരത്തേക്ക് നമ്മുടെ ദോശത്തവയിൽ ചൂടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളൊന്ന് മെൽറ്റ് ആ ബട്ടർ ഫുള്ള് മെൽറ്റ് ആയതിനു ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കണ്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഓരോ ബ്രെഡൊക്കെ എടുത്ത് വെക്കുകയാണ്. ഓരോ ബ്രെഡെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ദോശ തവയിൽ 4 ബ്രെഡ് പീസേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് 4 എണ്ണം ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ വെച്ചത് ശരിയാഞ്ഞിട്ട് ഓടി വന്ന് രാജേഷണം വെച്ചു കേട്ടോ. എനിക്കിങ്ങനെ വലിയ ഷേപ്പോ അങ്ങനെയൊന്നും നോക്കി ചെയ്യാനൊന്നും എനിക്കറിയില്ല. ഞാനൊരു രീതിയിൽ അങ്ങ് ചെയ്യും, എന്നാൽ അത് സെറ്റപ്പ് ആയിരിക്കും എന്നാലും. പക്ഷെ രാജേഷനെല്ലാം നല്ല സ്റ്റൈലിൽ കട്ടിങ് വരെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞില്ല, കട്ട് ചെയ്യുന്നവരെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നവരെ പുള്ളിക്കാരൻ നല്ല സ്റ്റൈലിലായിരിക്കണം. ഞാനൊരു ഹറിബറിയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതേ നമ്മുടെ ബ്രെഡ് വെച്ചു, അതിൻ്റെ നടുക്കിലോട്ട് നമ്മൾ ചീസ് വെച്ചു കേട്ടോ. ചീസ് ഇങ്ങനെ ഷീറ്റ് പോലത്തെ ചീസാണ്, പക്ഷേ ഈ ചീസ് അല്ലായിരുന്നു വേണ്ടത്. അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിനുശേഷം 4 തക്കാളി ഇതുപോലെ എടുത്ത് വെച്ചു കേട്ടോ. 4 തക്കാളിയും കൂടെ ഇതുപോലെയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും ക്യാപ്സിക്കും അല്ലേ, ഇതിനകത്ത് ക്യാരറ്റും കൂടെ ഇട്ട് വാട്ടിയാൽ പ്രത്യേക ഒരു ടേസ്റ്റ്, വേറൊരു ടേസ്റ്റും കൂടെ ഉണ്ടാകും കേട്ടോ. ഞാൻ ക്യാരറ്റ് ഇട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സവോളയും ക്യാപ്സിക്കവും ഞാനിതുപോലെ സ്പ്രെഡ് ചെയ്തിടുവാണ്. അതിനൊക്കെ എനിക്ക് ഇവിടുന്ന് വഴക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടാൽ ശരിയാകത്തില്ല, 4 എണ്ണത്തിൽ വരുന്ന രീതിയിൽ വെക്കുന്നൊക്കെ അടുത്ത് നിന്നൊരാൾ കമൻട്രി പറയുന്നുണ്ട്. ഞാൻ അവസാനം പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ഇല്ല, ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം ഇത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇത് എന്താ ലെയ്സ്, ഇവിടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലാണ് സാധനം മേടിക്കാൻ പോകുമ്പോൾ ലെയ്സ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് കട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ല രണ്ടുപേരും, പക്ഷെ കഴിക്കാൻ നേരത്ത് രണ്ടുപേർക്കും അത് ലെയ്സാണെന്ന് മനസ്സിലാവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ലെയ്സ് ഞാൻ ഇതുപോലെ പൊടിച്ചിട്ട് 4ൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു ക്രിപ്സിനെസ് തോന്നിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ പനീർ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അതിങ്ങനെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും ഇട്ട് ഇങ്ങനെ കൊടുത്തു കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു പിസ്സ വീട്ടിലുണ്ടാക്കണമെന്ന്. ഇനി വേറൊരു ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന് ശേഷം കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മൊസറല്ല ചീസ് എന്നും പറഞ്ഞൊരു ചീസ് കിട്ടും. നമ്മുടെ പിസ്സയ്ക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആ ചീസാണ്, അതല്ല കേട്ടോ. ഇത് സാധാ ചീസായിരുന്നു. ഇത് പിസ്സ ചീസ് തന്നെയാണ്, പക്ഷേ ഇതിങ്ങനെ വലിഞ്ഞ് വരുന്നില്ലായിരുന്നു. എനിക്കൊന്ന് മൊസറല്ല ചീസ് ആയിരിക്കും ഇങ്ങനെ വലിഞ്ഞ് വരുന്നത്. ഇത് പക്ഷേ സാധാ ചീസ് അങ്ങനെ വലിഞ്ഞ് വരുന്നില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ചീസ് ഇതുപോലെ 4 കട്ട് ചെയ്ത് ഓരോ ബ്രെഡിൻ്റെ പുറത്തും ഇതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മണം വരുന്നു. ഇതെല്ലാം ഫ്രൈ ചെയ്തൊക്കെ വെച്ചിരിക്കുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണം. അപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഈ ചീസ് വെക്കുന്നതിന് മുമ്പ് ടൊമാറ്റോ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കണമായിരുന്നു. ഞാൻ ചീസ് വെച്ചതിന് ശേഷമാണ് സോസ് ഒഴിച്ചു കൊടുത്തത്, എൻ്റെ ഓരോ അബദ്ധങ്ങളെ. അതിന് ശേഷം നമ്മുടെ ഒരു ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ പാത്രം ഉണ്ടായിരുന്നു, അത് വെച്ച് ഇതുപോലെ അടച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ തുറന്നു നോക്കും കേട്ടോ, എന്തായി പണി പാളിയോ എന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അടിഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങളങ്ങ് എടുത്തു കേട്ടോ. അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ ഇനി പണി കിട്ടുമെന്ന് മനസ്സിലായി, എങ്ങാനും കരിഞ്ഞു പോയാലോ. അപ്പോഴത്തേക്കും നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ദോശത്തവയിൽ നിന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ. സംഭവം കിടു ടേസ്റ്റാണ്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി ഹറിബറിയാണ് കേട്ടോ സംസാരിക്കുന്നത്. നല്ല തിരക്കാണ്, ഒരുപാട് വിശേഷങ്ങളൊക്കെ വരുവല്ലേ ഇനി, കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് വ്രതമൊക്കെ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ പൊന്നുകുട്ടി കുമ്പോടമൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോസായിട്ട് പതുക്കെ വരുന്നതാണ്. കുറച്ച് തിരക്കാണ്, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് കുറച്ച് ദിവസമായിട്ട്. ആദ്യം തന്നെ നമ്മുടെ കണ്ണായിട്ട് അതിനുശേഷം ഒക്കെ കൊടുത്തു കേട്ടോ. ഞാനിപ്പോൾ പകല് ഇവർ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യലാണ് എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.